14:26. ഹല്ലേലൂയ. യോഹന്നാൻ 14:26 നമ്മൾ വായിക്കുന്നുണ്ട്. But the helper, the Holy Spirit, whom the Father will send in my name, he will teach you all things and bring to you your remembrance all that I have said to you. എൻ്റെ പിതാവ്, യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു നിമിഷം പരിശുദ്ധാത്മാവോട് പറഞ്ഞാലോ. യേശു പറഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കാര്യസ്ഥനാണ്, ഞങ്ങളുടെ ഹെൽപ്പറാണ്. സകലവും ഞങ്ങൾക്ക് വേണ്ട സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. സിസ്റ്റർ ഉണ്ടോ? I can translate if you. She's online. No. About സകലതും. പാസ്റ്റർ ഉണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. അപ്പം ഇന്ന് പകല് നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടൊരു ഇന്റിമസിയിൽ എത്തിച്ചേരുവാൻ അല്പസമയം ഇരിക്കാൻ പോവുകയാണ്. അതിന് മുഖാന്തരമായിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വചനം പറഞ്ഞ ശേഷം നമ്മൾ another 30 minutes പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. For that to happen, I will take 10 minutes and speak on the Holy Spirit. After that, we'll take another 30 minutes to fellowship and connect and relate with the Holy Spirit. First, I'll take 10 minutes to just speak on the Holy Spirit. അതിനുശേഷം ദേവദാസന്മാരുണ്ട്, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. After that, we will have a man of God or servants of God to minister. Then we'll pray. കാരണം നമ്മൾ വെറുതെ അന്യഭാഷ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് പ്രവൃത്തി എന്തിനാണെന്നുള്ള മനസ്സിലാക്കണമല്ലോ. We cannot just keep on speaking in tongues without knowing what is the purpose of doing it. Why do we do what we do? കർത്താവായ യേശു പറഞ്ഞു 14:26 യോഹന്നാൻ 14:26 പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ, എങ്കിൽ എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. In John chapter 14, verse 26, Jesus is the speaker. Jesus says, the helper, the Holy Spirit, whom the Father will send in my name, he will teach you all things and bring to your remembrance all things that I said to you. All things that I said to you. സകലതും ഉപദേശിച്ചു തരും. സകലതും. He will teach you all things he will teach you. നമ്മുടെ ജീവിതത്തിൽ സകലതും ഈ പരിശുദ്ധാത്മാവോട് ചോദിക്കും. സകലതും ചോദിക്കുക. It's our responsibility to ask Holy Spirit for everything, teach everything, bring all things to our mind. All things we should ask the Holy Spirit. യേശു പറഞ്ഞത് അതായത് യേശു പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. And second thing is that he will bring to your remembrance, your memory, your recollection, all things that Jesus said to you. അപ്പോൾ ഇനി മുതൽ ആരും പറയരുത്, ഞാൻ ബൈബിൾ വായിച്ച തലയിൽ അല്ല എൻ്റെ ഹൃദയത്തിൽ ഇരിക്കത്തില്ലെന്ന് പറയരുത്. കാരണം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാനുണ്ട്. From now on, please don't say, oh, whatever I read from the Bible, it doesn't stick with me. I don't recollect. I don't remember. That is not right. Jesus said, whatever you read, the Holy Spirit will bring to your recollection, your memory, your remembrance. നമ്മുടെ ജോലി ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കുകയും പരിശുദ്ധാത്മാവാണ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. Our job to read the Bible, and the Lord himself, the Holy Spirit, will write it on the tablet of our heart, and the Holy Spirit has the job to bring it to our memory, our recollection. സകലതും ഉപദേശിച്ചു വരുവാൻ പരിശുദ്ധാത്മാവും കൂടെ കൂടെയുണ്ട്. സകലതും. The Holy Spirit is with us to
advise, counsel, teach all things. ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിലിരിക്കും, വൈഫിനോട് ചോദിച്ചു കുറച്ച് മത്സ്യം വാങ്ങിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു. I was at work one day, and when I was at work one day, my wife said, "Is it possible for you to buy some fish?" ഞാൻ വൈഫിനോട് ചോദിച്ചില്ല നിനക്ക് ഏത് മത്സ്യം വേണം എന്ന് ഞാൻ ചോദിച്ചില്ല. Bothered to ask my wife what kind of fish or what manner of fish I should buy. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ഇന്ന് ഞാൻ ഏത് ഫിഷ് വാങ്ങിക്കണം. But I asked the Holy Spirit, my Lord, what type of fish I should buy. പരിശുദ്ധാത്മാവ് ഒരു ഫിഷിന്റെ പേര് പറഞ്ഞു തന്നു, ഒരു കടയും പറഞ്ഞു തന്നു. The Holy Spirit told me the name of the fish and the name of the shop that I should purchase it from. ഞാൻ ഓഫീസ് കഴിഞ്ഞ ശേഷം ആ കടയിൽ ചെന്നപ്പോൾ ആ ഫിഷ് അവിടെയുണ്ട്. അന്ന് അവിടെ സമൃദ്ധിയായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വില കുറച്ച് ഫ്രഷ് ആയിട്ട് ആ ഫിഷ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ. After I went to that store, and that store had a plentiful, abundant supply of that fish, and they were selling at a lower price. പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും. The Holy Spirit, if you ask him, he will tell you, counsel you about anything and everything, all that. ഞാൻ ഉടുക്കുന്ന ഡ്രസ്സ് എന്നാന്ന് ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിക്കാറുണ്ട്. I would ask the Lord, what should I wear? What kind of clothes should I wear? അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. The Holy Spirit will bring to your remembrance, show you what dress, what clothes, what should be your attire. അത് ഞാൻ പറയാൻ കാരണം സറണ്ടർ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പരിശുദ്ധാത്മാവിനെ സറണ്ടർ, നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് സറണ്ടർ ചെയ്യണം. പരിശുദ്ധാത്മാവ് ഇന്ന് തന്നെ നടത്തണം എന്നാണ് എനിക്ക് ഉപദേശം പറഞ്ഞു തരണം. As soon as you wake up in the morning, submit, surrender to the Holy Spirit, and then ask the Holy Spirit, "Oh Lord, today give me your wisdom, your counsel, your guidance." നിങ്ങൾ കഴിക്കേണ്ടത് കുടിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. What you should eat, what you should drink, the Holy Spirit will show you and tell you. നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കണമെന്നും ആരെ വിളിക്കണമെന്നും നിങ്ങൾ നിങ്ങളെ എല്ലാം കർത്താവ് പറഞ്ഞു തരും. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം പരിശുദ്ധാത്മാവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. Whom you should contact, who you should talk to. You should seek the Holy Spirit counsel. You should be dependent on the Holy Spirit. അങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ അങ്ങ് ഇന്റിമസിയിൽ എത്തിച്ചേരണം. And when you build up a relationship with the Holy Spirit like that, you'll become very intimate with the Holy Spirit. ഈ അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് പറയുന്നത്, in Acts chapter 2 verse 32, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങൾ ഏറ്റു പറഞ്ഞാൽ, അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. In Acts chapter 2, Peter says, if you repent and get baptized, God will give you the gift of the Holy Spirit. ഹോളി സ്പിരിറ്റ് നമുക്ക് ദൈവം ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുക. And the Bible says, you shall receive the gift of the Holy Spirit. ഹോളി സ്പിരിറ്റിന് നമുക്ക് പണം കൊടുക്കേണ്ട ആവശ്യം. ഹോളി സ്പിരിറ്റ് ഫ്രീയാ. You don't have to pay any money to get or receive the Holy Spirit. The Holy Spirit is given as a free gift. നിങ്ങൾ ആർക്കും പണം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഫ്രീ ആണ്. അത് ഫ്രീ. You don't have to buy the Holy Spirit or give money to somebody to receive the Holy Spirit. The Bible says the Holy Spirit is the Father's free gift. ഗിഫ്റ്റ്. അപ്പൊ ദൈവത്തോടെ ഗിഫ്റ്റ് ദൈവത്തിൽ നമുക്ക് ലഭിക്കണം. ഗിഫ്റ്റ് ആണ് ദൈവത്തിന്റെ. The Holy Spirit is God's gift, so we should receive the gift from God. The Holy Spirit's gift we should receive. ആ ദിവസം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറഞ്ഞു. So we should ask the Father, please give unto me the gift of the Holy Spirit. നിങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ചോദിക്കത്തില്ല ആ ഗിഫ്റ്റ് വേണം, ഈ ഗിഫ്റ്റ് വേണം, അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ അത് വേണം, ഇത് വേണം പറയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും പിതാവിനോട്. So your own children ask you for his or her birthday, or go to a store, can you buy me this, can I get this? Same way you should ask the Father, and you should ask the Holy Spirit. വലിയൊരു പണക്കാരന്റെ അപ്പൻ പണക്കാരനാണെങ്കിൽ മകൻ പറയും എനിക്ക് ഇന്നൊരു BMW കാർ വാങ്ങിച്ചു തരാൻ പറയും. If you come from a very wealthy, rich man, you tell the dad, "Oh Father, get me a BMW." അപ്പം നമ്മള് അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. So
So the Holy Spirit is God's gift to us. He's given us a gift unto us. എന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദൈവത്തോട് ചോദിക്കണം. We need to ask God the Father for the gift of the Holy Spirit. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കണം. That's what Jesus taught. He said, how much more the Father will give the Holy Spirit to those who ask. അപ്പൊ കിട്ടിയ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ തൃപ്തിപ്പെടരുത്, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കണം. You should never come to satisfaction or that with the flow or the measure of the Holy Spirit you have. You should not be content. You should ask for more. The greater the measure of the Holy Spirit. നിങ്ങൾക്ക് 10 വർഷം കൂടുമ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതാണോ, എന്നും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം? What is your satisfaction? What is good for you? You get the gift once every 10 years, or you get the gift every day. So every day, അല്ലേ, നമ്മൾ എന്നും രാവിലെ ഗിഫ്റ്റ് കിട്ടുന്ന നമുക്ക് സന്തോഷം. So if you get the gift every day, you're happy. സോ ആ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കണം, കർത്താവേ, ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. So every day you should ask God the Father, today I want the gift of the Holy Spirit. നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ കർത്താവ് പകർന്നു തരും. The more we ask, the continuously we ask for the Holy Spirit, God the Father will give us the gift of the Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. Chapter 1 verse 8 says, you shall receive power when the Holy Spirit shall come upon you. You shall receive power. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും പുറമേയുള്ള പരിശുദ്ധാത്മാവിനും വ്യത്യാസമുണ്ട്. The Holy Spirit within or inside is different from the Holy Spirit that comes upon you. They are two separate things. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുവാനും അത് നിത്യതയ്ക്കായിട്ട് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതാണ്. The Holy Spirit within you, inside you, is to walk in love and fellowship and grow in the eternal relationship with God or eternity. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ നിത്യതയിലോട്ട് നടത്തുവാൻ വേണ്ടിയാണ്. The Holy Spirit flowing within you, inside you, will lead you into eternal life. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപബോധം തരാൻ വേണ്ടിയാണ്. The Holy Spirit within you is to convict you of your sin. നമ്മുടെ സ്പിരിറ്റും ഉള്ളിലുള്ള സ്പിരിറ്റും പരിശുദ്ധാത്മാവോട്ട് ഒന്നിച്ചായിരിക്കുകയാണ്. Human spirit and the Holy Spirit are interconnected and they are one with each other. അപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. That's how we get born again. We are saved. ലോകത്തിലെ ഡോക്ടേഴ്സ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തരുന്നത് നമ്മുടെ ബോഡി ഹീലാകാൻ വേണ്ടിയാണ്. When a worldly doctor, a doctor of the earth gives you medicine, that is to heal your physical body. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ബോഡിയിലോട്ടല്ല കടന്നു വരുന്നത്, നിങ്ങളുടെ സ്പിരിറ്റിലോട്ട് കടന്നു. ആദ്യം സ്പിരിറ്റിനെ ഹീലാക്കുന്നത്. The word of God will go inside your spirit and work with your spirit and make your inner man healed. അവിടുന്നാണ് ശേഷം ആ ശക്തി അവിടുന്ന് പുറപ്പെട്ട് സോളിലോട്ട് ചെല്ലും. The spirit within it, the Holy Spirit's work will go into your soul. അവിടെയാണ് സോളിനുള്ള ഹീലിങ്സ് നടക്കും. Then the restoration and the healing and the mending of the soul will. അതിനുശേഷമാണ് ബോഡിയിലോട്ട് ചെന്ന് ബോഡി ഹീലാക്കുന്നത്. Then the outer man, the physical body gets healed. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എത്രമാത്രം നിങ്ങൾക്ക് ശക്തിപ്പെടുന്നതോ അതനുസരിച്ച് നിങ്ങളുടെ സോളും ബോഡിയും സൗഖ്യമായിക്കൊണ്ടിരിക്കും. The stronger your inner man, your spirit man, that much more stronger your soul and your physical outer man will become. എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. But the Holy Spirit coming upon you is a different, altogether different matter. രണ്ട് കാര്യം ചിന്തിച്ചോണം. പല ശുശ്രൂഷകരും ശുശ്രൂഷ ചെയ്യാത്തപ്പോൾ അവർ ക്ഷീണിച്ച് അവശരായി ദരിദ്രമായി ഇരിക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാരണം ഉള്ളിലുള്ള സ്പിരിറ്റിന് ശക്തിയില്ല. Anytime when a man of God or woman of God does not minister, they look very tired, they look very weak, because the spirit within is weak. നിങ്ങളുടെ ഉള്ളിൽ ശക്തി ഇല്ലെങ്കിൽ നിങ്ങൾ വീണുപോകും. Your inner man is not strong or built up, you will fall. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യനെ ബലപ്പെടുത്തണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്.
That's why Paul says you should strengthen the inner man, your spirit man. നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യൻ സ്ട്രോങ് ആയിരിക്കണം. The hidden man of the heart, the spirit man, the inner man should be strong. നിങ്ങളുടെ പുറമേ ഉള്ള ആളെ പിശാച് നോക്കത്തില്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആരാ നോക്കുന്നത്. The devil looks at the man inside your spirit man. He is not worried about the outer man or your physical. നിങ്ങളിൽ രോഗം ഇടാൻ കാരണം നിങ്ങൾ ഉള്ളിൽ സ്ട്രോങ് ഇല്ലാത്തതുകൊണ്ടാണ് ബോഡിയിൽ കൊണ്ട് രോഗം ഇടുന്നത്. The sickness is put upon you is because your spirit man is weak. നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ആ സോൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കും, നമ്മുടെ സോൾ സ്ട്രോങ് ആയിരിക്കും. If your inner man, your spirit man is strong, then your soul also will be strong. അപ്പൊ നമ്മുടെ ബോഡി സ്ട്രോങ് ആവും. Then your physical body and your outer man will become ഞാൻ strong. മസിൽസ് പവറിനെ കുറിച്ചല്ല പറയുന്നത്, ആത്മാവിനെ കുറിച്ച് പറയുന്നത്. I'm not talking about your physical man, your muscles. I'm talking about your inner man, the spirit man. നമ്മുടെ ഉള്ളിൽ പവർ ആദ്യം വ്യാപരിക്കണം. So the power of God, the might of God should work within us. It should grow within us. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഇവിടെ പറയുന്നത്, പത്രോസ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. Lord says, when the Holy Spirit shall come upon you, you shall become strong. You shall be. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ട്, പക്ഷെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്, നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നത്. When the Holy Spirit shall come upon you, you will receive power. Then you start ministering. You should do the work of God. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവുമായിട്ട് നിങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മേൽ വരണം. With the Holy Spirit in you or within your spirit man, you cannot do public ministry. To do public ministry, the Holy Spirit should come upon you. അപ്പൊ നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് നിങ്ങൾ ശക്തി ലഭിക്കുന്നത്, നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്. When you are endued with power, the Holy Spirit comes upon you, then you shall have power to minister, to public ministry. അവിടെയാണ് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളായി തീരുന്നത്. The Holy Spirit comes upon you, you shall receive power. When you receive power, you become the witness of Jesus to Jerusalem, to Judea, to Samaria, to the ends of the earth. So പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ആ fivefold ministries active ആവുക. When the Holy Spirit comes upon you, whatever your calling is, the fivefold ministries become activated and it is in motion. പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് നിങ്ങൾ പ്രവചിക്കുന്നത്, നിങ്ങൾ വിഷൻസ് കാണുന്നത്, നിങ്ങൾ ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നത്, പരിശുദ്ധാത്മ നിങ്ങളുടെ അന്യഭാഷകൾ പറയുന്നു. The Holy Spirit comes upon you, then you start to manifest the gifts of healing. You will start to see dreams, visions. You start to prophesy. You start to pray in tongues. അപ്പൊ നിങ്ങളുടെ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരണം. Then that means the Holy Spirit has to come upon you. അതിന് ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ദേഷ്യവും, നിങ്ങൾക്ക് അസ്വസ്ഥതകളും, നിങ്ങൾക്ക് അരിശവും, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടകാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആര് വരുന്നത് അപ്പോൾ? When you get angry, when you are provoked, when you are agitated, you speak, you tell them, then who is coming upon you? So, പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ വരുന്നത്, അശുദ്ധാത്മാവാണ് വരുന്നത്? Is Holy Spirit coming upon you or evil spirit coming upon you? പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലുണ്ട്, ആത്മാവിലുണ്ട്, അല്ലേ? The Holy Spirit is already residing in our inner man, inside our spirit man. അതിന്റെ ശക്തിയാണ് നമ്മുടെ സോളിലോട്ടും ബോളിലോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. That will flow into our soul and to our physical body. പിശാചിന് ഡീമൻസും അറിയാം ഇവന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന്. The demons and the devil know how powerful, how mighty you are. നമ്മുടെ പവർ കുറയുന്നതനുസരിച്ച് അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. The weaker you become, the devil attacks us more. അപ്പൊ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ ഇല്ലെങ്കിൽ, വന്നില്ലെങ്കിൽ ആര് വരും? പിശാചിന്റെ ശക്തി വരാൻ തുടങ്ങും. If the Holy Spirit is not coming upon you, the power of the devil will come upon you. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല യുവദാസന്മാർ സ്റ്റേജിൽ തകർപ്പൻ പ്രസംഗവും തകർപ്പൻ മിനിസ്ട്രി ആയിരിക്കും, പക്ഷേ പിറ്റേ ദിവസം അവരുടെ പേഴ്സണൽ ലൈഫ് ഏതെങ്കിലും ലേഡീസിന്റെ കൂടെ ആയിരിക്കും. So have you noticed many men of God will manifest great power, mighty manifestations of the Spirit, but 2 days later or the next day they might spend their life with some woman. So എന്താണ്? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, അവർക്കറിയാം അവർ ചെയ്യുന്നത് പാവമാണ്, പക്ഷേ
പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ശുശ്രൂഷ ചെയ്തു. പരിശുദ്ധാത്മാ അവരിൽ നിന്ന് പോയപ്പോൾ അവരുടെ പരിശുദ്ധാത്മാവിന് പകരം അശുദ്ധാത്മാവ് വരുവാനിടയായി. The power of God, they did the work of God, but when the anointing lifted up, the power lifted up, they began to do evil works. ഇന്ന് നിങ്ങളുടെ വീടുകളെല്ലാം ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നിങ്ങൾ ചർച്ചയിൽ പോകുമ്പോഴെല്ലാം നിങ്ങൾ നല്ലവരാ. പക്ഷെ നിങ്ങൾ അല്ലാത്ത അറ്റ്മോസ്ഫിയർ നിങ്ങൾ വേറെ ഏതോ ഒരു മനുഷ്യരായി തീരുക. So when you are singing in your house or when you go to church or worship, you are good and everything is happening, but when it's not happening, some other power will come upon you. You are becoming another person. നിങ്ങളുടെ സ്വഭാവം മാറുന്നു, നിങ്ങളുടെ സംസാരം മാറുന്നു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. Your behavior changes, your thinking, your attitude changes. അതെന്താ? അതിന് കാരണം എന്താ? പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്? അല്ല. What is the reason? Why are we doing it? Is the Holy Spirit responsible for this? No. അത് വന്നും പോയി നിൽക്കുന്ന ഒരു ഡീമന്റെ ശക്തിയാണത്. That you're manifesting the words and ministry and attitude of the demon that comes and goes from you. അത് നിങ്ങളെ തകർത്തുകളെ, നിങ്ങളുടെ കുടുംബജീവിതം തകർത്തുകളെ. That demon that comes and goes will destroy your family life. അത് നമ്മൾ മനസ്സിലാക്കി അവനെ എതിർത്ത് നിൽക്കണം. That you should discern and you should understand, then we should resist and stand against the demon. അതിന് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരിക്കുന്നു. Therefore, that is why we should always be empowered and we should walk in the power and the might of the Holy Spirit. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, ഈ ജോസഫിനെ പോത്തിഫറിന്റെ ഭാര്യ ആകർഷിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. We can see the wife of Potiphar seducing Joseph. പക്ഷെ ജോസഫിന് മേൽ പരിശുദ്ധാത്മാവ്, ജോസഫിന്റെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു പറയുന്നു. The Bible says God was with Joseph. ജോസഫിന്റെ കൂടെ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആ പോത്തിഫറിന്റെ ഭാര്യ അവനെ ആകർഷിച്ചിട്ടും ആ ജോസഫ് അതിലോട്ട് പോകാഞ്ഞത്. Because the Bible says God was with Joseph, the presence of God was with Joseph. Therefore, Joseph could not be tempted or seduced by Potiphar's wife. പോത്തിഫറിന്റെ വൈഫില് ആത്മാവല്ലായിരുന്നു, അത് ദൈവാത്മാവല്ലായിരുന്നു, അശുദ്ധാത്മാവായിരുന്നു. The spirit inside or on Potiphar's wife was an evil spirit. അപ്പം പോത്തിഫറിന്റെ വൈഫ് പോത്തിഫർ ഉള്ളപ്പോഴത്തേക്ക് നല്ല സ്പിരിറ്റാ. പക്ഷെ ജോസഫിനെ കാണുമ്പോൾ പോത്തിഫറിന്റെ വൈഫില് അശുദ്ധാത്മാവ് വരും. When Potiphar is with Potiphar's wife is with Potiphar, she's a good woman. But the moment she sees Joseph, the unclean spirit will come on Potiphar's wife. So പോത്തിഫറിന്റെ വൈഫ് പോത്തിഫറിന്റെ മറ്റ് വേലക്കാരും അല്ലെങ്കിൽ മറ്റ് സോൾജേഴ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നോക്കിയേ, ഈ ജോസഫിനെ കാണുമ്പോഴാണ് പുള്ളിയിൽ മേൽ ഈ വൈഫിന്റെ മേല്, പോത്തിഫറിന്റെ വൈഫിൽ അശുദ്ധാത്മാവ് വരുന്നത്. So when she's with the other employees other than Joseph, Potiphar's wife has no issue. But when Potiphar's wife is alone with Joseph, this unclean spirit, this evil seducing spirit comes on Potiphar's wife. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കാരണം ആ ഒരു അശുദ്ധാത്മാവ് അന്നേരം വരും, അപ്പോഴാണ് ജോസഫിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. That spirit will come upon Potiphar's wife to attack, to seduce Joseph. So ഇത് തന്നെയാണ് പല വിശ്വാസികളിലും നടക്കുന്നത്. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അവരുടെ മേൽ അറ്റാക്ക് വന്നിരിക്കും. ഇത് തന്നെയാണ് പല വിശ്വാസികളിൽ നടക്കുന്നത്. ദൈവ സാന്നിധ്യം നിങ്ങളോട് ഇല്ലെങ്കിൽ നിങ്ങളെ പിശാച് അറ്റാക്ക് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ആവശ്യമാണ്, പുറമേയും ആ ശക്തി നമുക്ക് ആവശ്യമാണ്. ഉള്ളിലും പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്, നമുക്ക് പുറമേ ശക്തി നമുക്ക് ആവശ്യമാണ്. We need the Holy Spirit within us and we need the voice of God within us. നമ്മുടെ ഉള്ളിലും ഒരുപോലെ ശക്തി ആവശ്യം, പുറമേ ശക്തി ആവശ്യമാണ്. Inner man has to be strong and our outer man also has to be strong. നമ്മുടെ പുറമേ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസിലോട്ട് പോകും. If our outer man is not strong and weak, we will compromise. അതാണ് പലരും കോംപ്രമൈസിലോട്ട് പോകാൻ കാരണം, നമുക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ട്. Because when we become weak and when we are not strong, we will compromise. We will we'll sway to and fro. നിങ്ങൾ 10 ദിവസം പ്രാർത്ഥിക്കാതെ 10 ദിവസം വചനം വായിക്കാതിരുന്നു നോക്കിയാൽ നിങ്ങൾ ലോക മനുഷ്യനായി തീരും. We don't pray
for 10 days or don't read the Bible for 10 days, you become a worldly person. നിങ്ങളെ പിശാച് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സോളിലായിരിക്കും. The first place the devil will attack you will be in your soul. നിങ്ങളുടെ ഇമോഷനിലായിരിക്കും. The devil will attack your emotions first. അതിനുശേഷം നിങ്ങളുടെ ബോഡിയിലോട്ട് അറ്റാക്ക് വരും. Then he will change his attack to your physical man, your outer man, your body. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്പിരിറ്റ് തന്നെ കറപ്റ്റഡ് ആകാൻ തുടങ്ങും. Then your spirit will gradually begin to lose power and will become corrupt. സ്പിരിറ്റ് നിങ്ങൾ പരിശുദ്ധാത്മാവ്, നമ്മളോർക്കും പരിശുദ്ധാത്മ ഒന്ന് രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നും നിലനിൽക്കും. നമ്മുടെ രക്ഷ നമുക്ക് കളയാൻ പറ്റും. If you think, oh, I'm saved once and for all, we don't take care, we can lose our salvation or our power of our salvation will be. അതാണ് ദാവീദ് പറഞ്ഞ, ദൈവത്തോട് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ എന്നെ എടുത്ത് കളയല്ലേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കാൻ കാരണം, കരയാൻ കാരണം അതാ, എടുത്ത് കളയല്ലേ എന്ന്, എടുത്തു മാറ്റല്ലേ എന്ന്. It's fine that David cries in Psalm 51, do not take your Holy Spirit away from me. Do not take your Holy Spirit away from me. That's the reason David is crying to God. അത് ദാവീദിന് പേടിയുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനെ എടുത്ത പുള്ളി നരകത്തിൽ പോവും, നിത്യത നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള കണക്ഷൻ പോവും. No, if the Holy Spirit was removed from him, he will lose his relationship with the Lord if the Holy Spirit is taken from David. David knew that. Hallelujah. കേൾക്കുന്നുണ്ട് പാസ്റ്റർ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മളെ മാറ്റപ്പെടാൻ അനുവദിക്കണം. പരിശുദ്ധാത്മാവിന് ഉള്ളിൽ നമുക്ക് ശക്തി വേണം, പുറമേ ശക്തി വേണം. ഈ പുറമേ ശക്തിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. We should never let the Holy Spirit be removed from us. We need the Holy Spirit in the inner man and the outer man. We are sitting and praying like this for the Holy Spirit to come upon us and make us strong. ഞാൻ പല 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 ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. I've gone to pray in various and different and many houses and many families. പല സഹോദരന്മാരും പ്രവചിക്കുന്നവരാ. Many men of God and women of God, they have the gift of prophecy. പക്ഷെ അവരുടെ പ്രോബ്ലംസ് പറയുമ്പോഴത്തേക്ക് അന്നേരം പിടികെട്ടത് ഡീമൺസിന്റെ അറ്റാക്ക് ആണ്. When I listen to their problems, immediately I understand these are demonic attacks. ഞാൻ ഒരിക്കലും ഒരു ഭവനത്തിൽ ഞാനും വൈഫോട് ഇരിക്കുമ്പോൾ, one day we went to pray, me and my wife. ഞാൻ കണ്ടോണ്ടിരിക്കുക, ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു സഹോദരി ആ ഭവനത്തിലെ സഹോദരി ഇവിടെ നിൽക്കുന്നു. I was seeing in the spirit the lady of the house, the auntie of the house, the sister of the house. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നു. She is speaking spiritual things to us. She is speaking. പെട്ടെന്ന് ഒരു ആത്മാവ്, എന്നെ കാണിക്കുന്ന ഒരു ആത്മാവ് അവരിലോട്ടൊന്ന് പ്രവേശിക്കുന്നു. As she is speaking to us, at the same time, simultaneously, an evil spirit was entering her when she is speaking to us. അത്രയും നേരം അവർ ആത്മീയ സ്ത്രീയായിരുന്നു, പെട്ടെന്ന് അവര് അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. Till that moment she was speaking spiritual things and godly things. At the moment the devil entered her, she began to say worldly things and not holy things. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആണ്, പക്ഷേ നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിച്ചു വരുമ്പോൾ അവർ ലോകമായിട്ടുള്ള ലോകരായിത്തീരുന്നു. എന്താ? അവരിൽ ഒരു സ്പിരിറ്റ് വരികയാണ്. You have seen people spiritual, but when you spend time with them, all of a sudden, gradually the spirit of the world will enter them. They will become worldly people. അവർ പബ്ലിക്കിന് മുന്നിൽ ഭയങ്കര ശക്തരായ ദൈവദാസിമാരായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് അവരെ പേഴ്സണലായിട്ട് സംസാരിച്ച് വരുമ്പോൾ അവരുടെ സ്വഭാവമാവും. Outside in public, they are powerful men of God, powerful women of God. But in person, when you are one-on-one, alone with them, they become a different entity altogether. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്, നിങ്ങൾ ദൈവദാസന്മാരെ നിങ്ങളുടെ ഭവനത്തിൽ താമസിപ്പിക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ താമസിപ്പിക്കൂ. നിങ്ങളുടെ ഭാര്യ ഒറ്റയ്ക്കുള്ളപ്പോൾ താമസിപ്പിക്കരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കുള്ള താമസിപ്പിക്കരുത്. ഈവൻ ദൈവദാസിമാരായാലും ശരി, നിങ്ങളുടെ ഭർത്താവ് ഒറ്റയ്ക്കുള്ളപ്പം താമസിപ്പിക്കരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പോഴും താമസിപ്പിക്കരുത്. അവരെല്ലാം മനുഷ്യരാണ്. ഈ ആത്മാവ് ചില സമയത്ത് കയറാൻ ചാൻസ് ഉണ്ട്. That's why I always tell people, when you are not there,
don't let the man of God to stay alone with your wife or your children, or when your woman is there, don't let your husband stay alone with the woman of God or the children or whatever. ഞാൻ Make ഓർ- sure they are sitting on your ഞാൻ അവർക്ക് ഒരു സഹോദരി ഒരു 100-150 മൈൽ സകലം ഇവിടെ എല്ലാം അബുദാബി വെച്ച് വിളിച്ചിട്ട് പാസ്റ്ററെ എനിക്കൊരു അബദ്ധം പറ്റി. എന്താ പറഞ്ഞു? കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഗസ്റ്റ് പാസ് വന്നിട്ടുണ്ടായിരുന്നു. സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ മോടെ 12 വയസ്സോ 13 വയസ്സുള്ള മോടെ റൂം വിട്ടുകൊടുത്ത് മോളെയും കൂടെ കിടത്തിയെന്ന്. കർത്താവെ, ഞാൻ യു ആർ എ മദർ ഓർ വാട്ട്? Sorry, Wes. So many years ago in Abu Dhabi, a woman called up and said, "Oh, something happened. A guest pastor came to our house, and there was no room in our house. All the rooms were taken. So I allowed the guest pastor to stay in my daughter's. The guest pastor to stay in that lady's daughter's room, and the girl was 13 years. And she said, I let the pastor lie in the same with my 13-year-old daughter. Then I yelled this, Pastor Shiloh, what kind of mother are you? Are you a true mother? I yelled at her. ഞാൻ പറഞ്ഞു, അതൊരു ദൈവമല്ല, ഇറ്റ്സ് എ മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. നിങ്ങളെ പാസ്റ്റേഴ്സിനെ, നിങ്ങളൊരു പ്രവാചകനെ നിങ്ങൾ ഭവനത്തിൽ വിളിക്കുമ്പോൾ ഓർക്കണം, ഈസ് എ ഹ്യൂമൻ ബീയിങ്. എപ്പോഴും ചിന്തിച്ചോളാം, അവരൊരു മനുഷ്യരാണ്. I know you invite a man of God or a woman of God, prophet of God, prophetess of God, but always remember that they are mere flesh, they are human beings. എത്രയോ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയി. ഞാൻ പറയാൻ കാരണം, ഞാനത് ഓപ്പണായിട്ട് പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിങ്ങൾ ആത്മീയത വിശ്വസിക്കാൻ പാടില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാം. You cannot, I'm trying this very plain, very bluntly, I'm saying, because you can't trust flesh, you can't trust human beings, but you can trust the Holy Spirit. ഹല്ലേലൂയ. നിങ്ങളത് ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതൊന്നും നിങ്ങളുടെ ചർച്ചിൽ ആരും പറഞ്ഞു തരത്തില്ല, കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. These things nobody will speak to you in your church, but these things are things that you should know of. എന്ന് വെച്ചാൽ ദേവദാസന്മാരെ അടുപ്പിക്കരുതെന്നും അവർക്ക് കൊടുക്കരുതെന്നും അവരെ പ്രാർത്ഥിപ്പിക്കരുതൊന്നുമല്ല ഞാൻ പറയുന്നത്. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി. I'm not saying this doesn't mean you should not call a man of God or a woman of God to your house. I'm not saying that, but I said you should be aware and take care of your family. എൻ്റെ വൈഫില്ലാതെ ഞാനൊരു ഭവനത്തിൽ മീൻസ് ഒരു എന്താ പറഞ്ഞത്, ഒരു സ്ത്രീ ഉള്ളൊരു ഭവനത്തിൽ ഒറ്റയ്ക്ക് പോകാറില്ല. മീൻസ് അവിടെ പുരുഷനുണ്ടോ കുഴപ്പമില്ല, അല്ലെങ്കിൽ മക്കളുണ്ടോ കുഴപ്പമില്ല, അവരൊറ്റയ്ക്ക് താമസിക്കുന്ന ഭവനമാണെങ്കിൽ ഞാൻ പോകാറില്ല. If there's only a woman in the family without her husband or her children, if she's alone, if my wife is not there, I will not go there. അതുകൊണ്ടാണ് ഈ ഫാമിലി, അതായത് നമുക്ക് ദേവദാസന്മാർക്ക് ഫാമിലി വേണമെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. That's the reason we always recommend men of God to have a family. കാരണം ചില മിനിസ്ട്രി ചെയ്യണമെങ്കിൽ നമ്മൾ ഫാമിലിയോട്ട് പോയെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. Some places to have ministry, we have to take our family with certain places. We need our family to minister with. അപ്പോൾ ഞാൻ പറയാൻ കാരണം, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. When the Holy Spirit comes upon you, He will make you understand all this. പരിശുദ്ധാത്മ നിങ്ങൾ വരുമ്പോഴാണ് സ്പിരിറ്റിനെ നമുക്ക് വിവേചിക്കാൻ പറ്റത്തുള്ളൂ. When the Holy Spirit comes upon us, we can discern. ഈവൻ അന്യഭാഷയ്ക്കകത്ത് പോലും പിശാച് കയറി വരും, നിങ്ങൾ സൂക്ഷിച്ചോ. It's amazing when we pray in tongues also, maybe there's a chance. നിങ്ങൾ അന്യഭാഷയ്ക്കകത്ത് ഇറിറ്റേഷൻ വരുവാണ്, ശ്രദ്ധിച്ചോണം. യേശുവിന്റെ രക്തം നേരെ ആശ്രയിച്ചോണം. You're getting agitated, you're getting irritated when you speak in tongues. Rely and put your trust in the blood of Jesus. ദൈവാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്, അശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്. By the Holy Spirit, and there are people who prophesy under the inspiration of the demonic spirit. മാക്സിമം നമ്മുടെ ജീവിതം എപ്പോഴും ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. It's our duty to make sure our life is a life of holiness and righteousness, and we are walking in the Spirit. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കൊല്ലം മതിയെന്ന് തോന്നുന്നു. റോമൻസ് 15:13 വായിച്ച് നിർത്തുക. I think I've spoken enough for today. But before I stop, let us look into Romans 15 and 13. Romans chapter 15. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വാക്യം ഇല്ലെങ്കിൽ, യെശയ്യാവ് പറയുന്നത് എന്താണ്? പ്രത്യാശ നൽകുന്ന ദൈവം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളിൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി
വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. So Romans, yeah. Romans 15:30 says, may the God of hope fill you with all joy and peace in believing, that you may abound in hope by the power of the Holy Spirit, that you may abound in hope by the power of the Holy Spirit. അപ്പൊ ആ പരിശുദ്ധാത്മാവിലാണ് നമുക്ക് ജോയ്, പരിശുദ്ധാത്മാവിലാണ് നമുക്ക് ഹോപ്പ്, പരിശുദ്ധാത്മാവിലാണ് നമുക്ക് പീസ്, പരിശുദ്ധാത്മാവിനാണ് നമുക്ക് ബിലീവിങ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ പവർ വന്നെങ്കിലേ ഉള്ളു അബാണ്ടൻ അല്ലെ, അബാണ്ടൻ ഇൻ ഹോപ്പ് അല്ലെ, സ്പിരിറ്റ് യു മേ അബാണ്ടൻ ഇൻ ഹോപ്പ്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. So it's very important that the Holy Spirit should come upon us and the Holy Spirit be with us so that God can fill us with hope. And not only hope, but through when the Holy Spirit comes, we will have all joy and also peace when we believe. So we may abound in hope by the power of the Spirit. So നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഫ്രൂട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ അന്യഭാഷയിൽ, ഈ ശുശ്രൂഷയിൽ, ഈ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, ഗിഫ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് ഫ്രൂട്ട് ആവശ്യം. So let me say, we all concentrate on the gift, but it's really we need the fruit of the Spirit. So it's more important to focus, give greater stress or importance, priority to the fruit of the Spirit. യേശു പറഞ്ഞ നിങ്ങൾ ഫലത്തെ കണ്ടാണ് നമുക്ക് ആളെ വിവേചിക്കാൻ പറ്റും. അവന്റെ ഫലം അല്ലെ, അവന്റെ ഫലം നോക്കിയേ വിവേചിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവന്റെ ആ പവർ നോക്കിയല്ല ദൈവം വിവേചിക്കാൻ പറഞ്ഞത്. Jesus did not look at, say, you can discern a person, a prophet or anybody by the power of the gifts of the Spirit, but he said you can discern. True discernment is when you see the fruit of the person. It is through the fruit you can discern. ഫ്രൂട്ട് വരുന്നത് നമ്മുടെ മുകളിലല്ല, ഫ്രൂട്ട് വരുന്നത് നമ്മുടെ സ്പിരിറ്റില്ല, ഉള്ളിലാണ് വരുന്നത്. The fruit always grows on our spirit man. Fruit comes out of the spirit man. പവർ വരുന്നത് നമ്മുടെ മുകളിലാണ് വരുന്നത്. Power comes upon the person, but fruit comes from within the person. പവർ വന്നിട്ടങ്ങ് പോകും, പക്ഷെ ഫ്രൂട്ട് എന്നും നിലനിൽക്കും. The anointing comes and the power comes. The anointing lifts off, the power lifts off, but the fruit within always abides and grows within. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വന്നു. അടുത്ത ഒരു 45 മിനിറ്റ്, എനിക്കൊന്ന് 1 മണിക്കൂറോളം ഹീലിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അതാ അതിന്റെ വഴിക്കങ്ങ് പോയി. We prayed for some time, all of a sudden the power of the Spirit came for 1 hour or so. Many gifts of the Spirit, the healings of the Spirit were manifested, many were healed. But after that session was done, the power lifted off, the anointing lifted off, the healing anointing lifted off. ആ 1 മണിക്കൂർ മുന്നേ എനിക്ക് എന്താണ് പരിശുദ്ധാത്മാവിന്റെ ആ ഹീലിംഗ് മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞ് വെളിയിട്ടിറങ്ങിയിട്ട് ഞാൻ ഏതെങ്കിലും രോഗിക്ക് പ്രാർത്ഥിച്ച് അവർ സൗഖ്യമാകണം നിർബന്ധമൊന്നുമില്ല. When I prayed then under that 1 hour, it was not necessary that anybody sick would have been healed. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ മേൽ വരുമ്പോൾ, ആ പവർ വരുമ്പോഴാണ് ആ ഹീലിംഗ്സ് നടക്കുന്നത്. When that spirit of time, when the gifts of the Spirit or the gift of healing manifest, then people will get healed. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഡെലിവറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. When the power or the anointing of the Holy Spirit will come upon a person, then the gifts and the power of the Spirit will be manifested. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ച ചെയ്ത ഒരു സഹോദരിയില് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ നിങ്ങള് സായിബാബയുടെ ഒരു ശക്തിയാല് ഉണ്ടായിരുന്ന കടയിൽ നിന്ന് നിങ്ങൾ ഡ്രം സ്റ്റിക്ക് വാങ്ങിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറയാനിടയായി. അത് രാഭിചാരമാണെന്ന് കർത്താവ് കാണിച്ചു. So when we were praying for some specific lady, she was told that she went to a store that സഹോദരി പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങൾ ഡ്രം സ്റ്റിക്ക് കഴിച്ചിട്ടുണ്ട്, അത് സായിബാബയുടെ ശക്തി ഉണ്ടായിരുന്നു, അതിന്റെ അത് സായിബാബയുടെ ഒരു ശക്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. The Holy Spirit revealed that the drumstick that she ate had that power of divination from the Sai Baba spirit, which the Holy Spirit revealed. The drumstick you ate and the witchcraft and divination of the Sai Baba spirit. ശരിയാണ്, അവരുടെ ഹസ്ബൻഡ് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അവർ അറിഞ്ഞില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ കഴിച്ചു. അത് അവരുടെ ഉദരത്തിൽ സർപ്പവിഷമായി തീർന്നു. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ അവര് ഇറങ്ങിപ്പോയി അത് ഛർദ്ദിച്ചു കളഞ്ഞു.
So what the Holy Spirit said was true. Her husband went to a store that served Sai Baba. He brought it. She made the drumstick and ate it. But then the Holy Spirit revealed it, and we cast it. The demon was vomited out, and the divination was cast out. ഞാൻ ഇവിടെ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഭവനത്തിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ നിങ്ങൾ ഗ്രോസറി സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പലചരക്ക് കടയിൽ നിന്നോ നിങ്ങൾ ഫ്രൂട്ട്സ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾ ആദ്യം കൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയാം. നിങ്ങൾ കാറിനകത്ത് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ നിരത്തി വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അതിനുമേലുള്ള എല്ലാ ശക്തികളെ ശാസിച്ചു വിടണം. So whenever you go to your grocery store or any shop to buy any food or grocery, vegetable food, whatever it may be in your car itself, or bring it to your home and spread everything on the table or wherever, you plead the blood, you pray over the food and sanctify and cleanse whatever you have bought from outside before you start to eat or cook. കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സർപ്പവിഷമായി തീരും, അത് അഭിചാരമായി തീരും. So if you don't rededicate it, sanctify it with the blood and prayer, it will become the poison of the snake, and it will become witchcraft. It will become divination within you. ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങൾക്ക് പരിപ്പോടെയും എന്താ പറഞ്ഞത് ഏത്തക്കാപ്പൊക്കെ തന്നു. ദൈവാത്മ പറഞ്ഞു ഇത് പൂജ വെച്ച സാധനം എന്ന് പറഞ്ഞു. കഴിക്കാനും പറ്റത്തില്ല, കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. So when we went to a house to eat, they gave Kerala the evening snacks, the banana or some medu vada or whatever. This typical Kerala snack. But then the Holy Spirit said these Kerala snacks has been dedicated to some Hindu things. But we were in a catch-22. We are in a concrete. So I was in a position. I cannot eat also, but I have to eat. I was in a catch-22. ഞാൻ വൈഫിനോട് മിണ്ടിയില്ല. കാരണം വൈഫിനോട് പറഞ്ഞ വൈഫ് ഇറങ്ങി ഓടിക്കളയും. ഞാൻ മിണ്ടിയില്ല. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്തായാലും ധൈര്യമായിട്ടും കഴിച്ചു. If I tell my wife, she would run. So I didn't say anything. I quietly prayed over it. I murmured a prayer over it. Then we ate. So ഓരോ ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. So whatever food do you eat, exercise caution. Be careful. അത് നിങ്ങളുടെ വയറ്റിൻ്റെ അകത്ത് പരിമണി സർപ്പവിഷമായി തീരാം. Make sure what you eat does not become the poison of the snake, or does not become witchcraft or divination, because it is not washed in prayer, it's not sanctified in prayer. നിങ്ങൾ ഈ പ്രയർ കഴിയുമ്പോൾ നിങ്ങൾ പോയി ഫ്രിഡ്ജിൽ പോയി ഒന്ന് കയറും വെച്ച് നിങ്ങളുടെ ഉള്ളിൽ ഫ്രിഡ്ജിലെല്ലാം ആഹാരങ്ങളെല്ലാം കരം വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിങ്ങളറിയാ പിള്ളേരത് കഴിക്കുന്നതാണ്. After this prayer is done, go open your fridge, go open your pantry, lay hands and pray over every food item and cleanse it, sanctify it, because your children will come and open the fridge and pantry and they will eat. So make sure everything is prayed and everything name and blood of Jesus. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാറിലോ നിങ്ങളുടെ ഓട്ടോറിക്ഷയിലോ നിങ്ങൾ എന്താണ് ഏത് മാർഗത്തിലെ വരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ അതിൽ മേൽ വെച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ട്രോളിയിൽ വെച്ചിരിക്കുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാൽ തീർന്നു, അതിന്റെ കാര്യം തീർന്നു, അതിന് മേലുള്ള ശക്തി പോകാനിടയാവും. So even when you transfer it in a trolley or an auto rickshaw, whatever is a mode of transportation, bring that thing, and maybe the power might be lost. Hallelujah. So but the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. Against such as things there is no law. ആത്മാവിന്റെ ഫലം. The fruit of the Spirit, Galatians 5 says, are love, joy, peace, long-suffering, faithfulness, goodness, gentleness, self-control. Against this there is no law. ഒരു കാരണവശാലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പ്ലീസ്. By no means we should grieve the Holy Spirit. പരിശുദ്ധാത്മാവിനെ നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുക നമ്മൾക്ക് വീണ്ടെടുക്കാൻ വേണ്ടി. We are sealed with the Holy Spirit till the day of redemption. ഞാൻ പറയുമ്പോൾ എൻ്റെ തോളിൽ പരിശുദ്ധാത്മാവ് കരമിട്ടിട്ട് വീപ്പി എന്ന സൗണ്ട് എനിക്കറിയാം. ദൈവത്തിന്റെ ആത്മാവിന്റെ വീപ്പി കരയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. When I say this, I can feel the hand of the Holy Spirit on me. I can hear the weeping. I can hear the groaning of the Holy Spirit. 99 ദൈവദാസന്മാരും 99 വിശ്വാസികളും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. We live in a day and age where 99% of believers and 99% of the servants of God, we all grieve the Holy Spirit.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഫെസ്റ്റിലെ 4:30 നിങ്ങൾ എന്നെടുത്ത് വായിച്ച് നിങ്ങൾ എന്നും പറയണം പരിശുദ്ധ ഐ ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ബൈ ഹൂം യു വെയർ സീൽ ഫോർ ദ ഡേ ഓഫ് റിഡംപ്ഷൻ. ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കത്തില്ല. In Ephesians 4:29, Paul writes, "Do not grieve the Holy Spirit. Do not grieve the Holy Spirit." ഹല്ലേലൂയ. ഇന്ന് അനേകർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് കരഞ്ഞുകൊണ്ടിരിക്കുക. These days, many are grieving the Holy Spirit. Many are making the Holy Spirit cry. നമ്മളിലൂടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. We should be careful that we should not grieve the Holy Spirit. Ephesians 4:30, that we should not grieve the Holy Spirit. We should be careful. ആമേൻ. അടുത്ത 15-20 മിനിറ്റ്സ് നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവോട് ഇൻറ്റിമസി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഗ്രഹിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവോട് ഇൻറ്റിമസി വരിക. പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മ ശക്തിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ ഡെലിവറൻസ് നടക്കും. നിങ്ങളുടെ ബന്ധനങ്ങൾ കർത്താവ് അഴിക്കും. നിങ്ങളുടെ രോഗം നിങ്ങൾക്ക് തന്നെ മാറാനിടയാവും. നിങ്ങളതിന് ശേഷം നിങ്ങൾ തന്നെ സാക്ഷ്യം പറയും, പരിശുദ്ധാത്മ എൻ്റെ മേൽ വന്നു, എനിക്ക് ചില ഡെലിവറൻസ് കിട്ടി, നിങ്ങൾ തന്നെ പറയാനിടയാവും. അതിപ്പോൾ സംഭവിക്കാൻ പോവാ. യെസ്, സംഭവിക്കാൻ പോകുന്ന കർത്താവ് പറഞ്ഞു, അത് സംഭവിക്കാൻ പോകും. യെസ്, പിതാവാം ദൈവം എന്നെ കണക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവാം ദൈവം അന്യഭാഷയിൽ കണക്ട് ചെയ്യുന്നു. യെസ്. ഓ റിഖിമാന ശാന്തരബന ഹസ്തന. യെസ്. I'm connected with the Holy Spirit, the Father. Yeah. I'm connected with God the Father. Let us pray in the Spirit for the next 10-15 Hallelujah. minutes so that by the Holy Spirit will come upon and you will receive your own healing, your own deliverance. That will be your testimony. Let us pray in the Spirit. നിങ്ങൾ അല്പസമയം 2-3 മിനിറ്റ് നിങ്ങളെ തന്നെ ക്ഷമ ചോദിച്ച്, പരിശുദ്ധാത്മാവോട് ക്ഷമ ചോദിച്ച്, നിങ്ങളുടെ കുറവുള്ള ദിവസം ഏറ്റുപറഞ്ഞ്, യേശുവിൻ്റെ കഥ കഴിവ് പ്രാപിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലോട്ട്, ശക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു അത്ഭുതം. ഈ 15-20 മിനിറ്റ്സ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവാം. So take 2-3 minutes to ask the forgiveness of the Holy Spirit for making him cry, for grieving the Holy Spirit. Just take 2-3 minutes. Then you will pray in the Spirit for 10-20 minutes, and it will be an eventful time with God. He will touch you. ആ സമയത്ത് നിങ്ങൾ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് നിങ്ങളുടെ ഭാരം, എവിടെയാണ് രോഗം ഇരിക്കുന്നത്, അവിടെ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കും. After that, you can lay hands on yourself. Wherever is your sickness, wherever your disease or whatever yoke or burden you have, lay hands on yourself and God will deliver you. നിങ്ങൾ പാപത്തിലാണെങ്കിൽ ആ പാപത്തെ നിങ്ങൾ വെട്ടി മാറ്റി പറഞ്ഞ് ഞാൻ പാപം ചെയ്യത്തിന് തീരുമാനമെടുത്ത് നിങ്ങൾ എബോട്ടം ചെയ്യാം, തിരിഞ്ഞു നടക്കണം. So you have to take a U-turn from sin. Say, I repent of this sin or this walk with the wrong of this life. Repent of it, cut off with it, pull it away, and then you make a U-turn and walk towards God. Never be a partner with sin or the world. Hallelujah. Thank you, Jesus. We can surrender. പരിശുദ്ധാത്മ നിങ്ങൾ മേൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ സറണ്ടർ കൊടുക്കണം, താഴ്ത്തി കൊടുത്തുകൊണ്ടിരിക്കണം ദൈവാത്മാവ്. If the Holy Spirit has to work with you and the Holy Spirit has to walk with you, it is important that you always surrender to the Holy Spirit. പരിശുദ്ധാത്മ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി വരത്തില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. സറണ്ടർ കൊടുത്തുകൊണ്ടിരിക്കണം. Holy Spirit has He will not force himself upon you. He will not impose himself upon you. You always have to surrender. You always have to invite and yield yourself to him. He will come in when you invite and surrender to him. ഓർക്കുക, പരിശുദ്ധാത്മ ഒരു ശക്തിയല്ല, ഒരു തീയല്ല, അല്ലെങ്കിൽ ഒരു വെള്ളമല്ല. പരിശുദ്ധാത്മ ഈസ് എ പേഴ്സൺ, ഒരു പേഴ്സൺ ആണ്. Please remember, Holy Spirit is not a force. He's not a power entity. The Holy Spirit is not just fire or water or oil or anything like that. Holy Spirit is a divine person, is a real person. അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് വെള്ളത്തിനെ പോലെ, അല്ല ശക്തി അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യം. ശക്തിയും മിറക്കിൾസും ഹീലിങ്സും ഡെലിവറൻസും അന്യഭാഷകളും വിഷൻസും ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഈസ് എ പേഴ്സൺ, റിയൽ പേഴ്സൺ. That is the healing and all these things. Those are the works of the Holy Spirit. That is what does. That is what comes out of it. യേശു വന്നു കഴിഞ്ഞാൽ നമുക്ക് മിറക്കിൾസ് ചെയ്യരുത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവ് ചെയ്തേ പറ്റത്തുള്ളൂ. കർത്താവ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. വന്നാൽ if Jesus comes, we cannot say don't do miracles, because if he comes, he will do miracles because that is who he is. യേശു വന്ന മിറക്കിൾസ് സംഭവിച്ചേ പറ്റത്തുള്ളൂ.
If Jesus comes, miracles have to happen. അതുപോലെ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നാൽ അന്നേരം മിറക്കിൾസ് നടത്തിയിട്ടേ പോകത്തുള്ളൂ. If the Holy Spirit comes, He will do miracles. He will do the works of God. ഹല്ലേലൂയ. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ദൈവം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. The Lord will do everything according to our needs. He knows what we need, what we want. He will do accordingly if He comes. ഇനി ദൈവത്തിന്റെ സമയമായില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ദൈവം ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ കരുണ, വിശ്വസ്തത, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ അതാ. നമ്മുടെ ആ ദൈവത്തിന്റെ സമയമായില്ലെങ്കിൽ നമ്മുടെ ആവശ്യം അതുപോലെ നമ്മുടെ ആവശ്യത്തിൽ നിൽക്കുകയാണെന്ന് ദൈവം ചെയ്യും നമുക്ക് വേണ്ടി. Because His nature of mercy, His nature of compassion, even if it's not the time, the Lord will do it. Because He's a God of mercy, He's a God of compassion. നിങ്ങൾ നോക്കിയ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി, അത് ദൈവത്തിന്റെ സമയമായില്ല. എന്നിട്ടും ആ മറിയ വന്ന് പറഞ്ഞിട്ട് പോയി, എനിക്കും നിനക്കും എന്നാ വുമൺ അല്ലേ, കർത്താവ് ചോദിച്ച് സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ ബന്ധം എന്തോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ടെങ്കിൽ ഇച്ചു കഴിയുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തു. And in the first miracle of Jesus said, "Woman, my time has not come. What have your thing to do with me?" Even though He said that and this, but eventually He made the wine. That was the need of the hour, and He made the water into wine. സോ ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോഴത്തേക്ക്, ആവശ്യമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് തരുവാനിടയാവും. What else when you go to the presence of God with your need, your need, surely He will meet your need. He will minister to you. Hallelujah. ഒന്ന് ദിവസം നമ്മൾ സറണ്ടർ ചെയ്യാൻ പ്രാർത്ഥിക്കും. പാസ്റ്റർ, താങ്ക് യു പാസ്റ്റർ. another 20-15 minutes നിങ്ങൾ എൻ്റെ ഭാഷകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും അതിനുശേഷം ദാസന്മാരുണ്ട്. അതിനുശേഷം നമുക്ക്